ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി സ്പോട്ട് ലൈവിലേക്ക്. കശ്മീർ അശാന്തമായി തന്നെ തുടരുകയാണ്. അന്വേഷണം, ഭീകരർക്കായുള്ള തിരച്ചിൽ കശ്മീരിന്റെ വിവിധ മേഖലകളിൽ സൈന്യം തുടരുകയാണ്. തുടർച്ചയായി 60 മണിക്കൂർ തിരച്ചിൽ പൂർത്തിയാകുമ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 4 ഭീകരവാദികളെ ഇതുവരെ സൈന്യം വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഒരു പ്രദേശവാസിയും ആക്രമണങ്ങൾക്കിടയ്ക്ക് കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്താനുള്ള സൈന്യത്തിന്റെ തുടർച്ചയായ ശ്രമം വിജയം കാണുന്നു എന്നതിന്റെ സൂചനകളാണ് ഏറ്റവും ഒടുവിൽ 4 ഭീകരവാദികൾ കൊല്ലപ്പെടുന്നു എന്ന വാർത്തയിലൂടെ പുറത്തുവരുന്നത്. ഏതായാലും സൈന്യം കർശനമായ നിരീക്ഷണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും പുൽവാമയ്ക്ക് ശേഷം ഇതുവരെ കാണാത്ത ഒരു പ്രത്യേക ജാഗ്രത ഇന്ത്യൻ സൈന്യം കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണ നിയന്ത്രണം സൈന്യത്തിന് നൽകിക്കഴിഞ്ഞു. കശ്മീരിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം സുഷമ സ്വരാജും വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഭീകര കേന്ദ്രങ്ങൾ പൂർണ്ണമായും കണ്ടുകെട്ടുക എന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഇന്ത്യ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വീണ്ടും ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് തീവ്രവാദികളുടെ കേന്ദ്രം തന്നെയാണ് ഇന്ത്യൻ സേനയുടെ ലക്ഷ്യം. 4 ഭീകരരെ ഇപ്പോൾ തന്നെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് രാവിലെ കാര്യമായ വെടിയൊച്ചകളൊന്നും ഇല്ലെങ്കിൽ പോലും അശാന്തി തന്നെയാണ് കശ്മീരിൽ. പ്രത്യേകിച്ചും ദേശീയ മാധ്യമങ്ങൾ കാണിക്കുന്നത് പോലെ രാവിലെ മുതൽ തന്നെ പ്രദേശവാസികളുടെ ഒരു ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ പലായനം ചെയ്യുകയാണ് കശ്മീരിലെ ജനത. അവർക്ക് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം സുരക്ഷിതത്വം ഒരുക്കുന്നുണ്ടെങ്കിലും പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ പലപ്പോഴും പ്രദേശവാസികൾക്ക് കൂടി നേരെയാണ്. അതുതന്നെയാണ് കശ്മീർ എല്ലാ തവണയും നേരിടുന്ന ഒരു പ്രധാന തലവേദനയും. ഏതായാലും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന വാർത്ത, അഭിനന്ദിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നു എന്നുള്ള സൂചനകൾ. കഴിഞ്ഞ ദിവസം തന്നെ അത് സംബന്ധിച്ചുള്ള വ്യക്തമായ വാർത്തകൾ ഉണ്ടായിരുന്നു. അഭിനന്ദ് വർത്തമാന്റെ ആരോഗ്യനില മെച്ചപ്പെടുമ്പോൾ ഇനി ഡീബ്രീഫിംഗിലേക്കാണ് കാര്യങ്ങൾ. സൈനികപരമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഡീബ്രീഫിംഗ്. എന്താണ് പാകിസ്ഥാൻ സൈന്യം അഭിനന്ദിനോട് ഇന്ത്യൻ സേനയുമായി ബന്ധപ്പെട്ട ചോദിച്ചറിഞ്ഞത് എന്നുള്ളതിന്റെ ഒരു വ്യക്തത വരുത്തുന്നതിനായി ഡീബ്രീഫിംഗിലേക്ക്, നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇന്നലെ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ അഭിനന്ദിനെ സന്ദർശിച്ചിരുന്നു. ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നതിനെ തുടർന്നാണ് പ്രത്യേകിച്ചും സൈന്യം ഇനിയിപ്പോൾ ആ രീതിക്ക് കാര്യങ്ങൾ നീക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ നയതന്ത്രപരമായ തന്ത്രപരമായ ഒരുപാട് സൈനിക നീക്കങ്ങളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് അഭിനന്ദിനോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും അഭിനന്ദ് പറഞ്ഞിരുന്നു ശാരീരികമായ പീഡനം ഉണ്ടായില്ല. അത് നേരത്തെ തന്നെ അഭിനന്ദ് പാകിസ്ഥാന്റെ പിടിയിലായപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിൽ എത്തിയാലും നിങ്ങൾ കാണിച്ച ആ മാന്യത ആവർത്തിക്കുമെന്ന് അഭിനന്ദ് പറഞ്ഞിരുന്നു. പക്ഷെ മാനസികമായി പാകിസ്ഥാൻ സൈന്യം പീഡിപ്പിച്ചതായുള്ള വിവരം ഇന്ത്യൻ വ്യോമസേന മേധാവിയോട് അഭിനന്ദ് വർത്തമാൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യം ചെയ്യലായിരിക്കും പാകിസ്ഥാൻ നടത്തിയത് എന്നുള്ളത് ഡീബ്രീഫിംഗിലൂടെ വ്യക്തമാകും. അതോടൊപ്പം മറ്റൊരു പ്രധാന കാര്യം, അഭിനന്ദ് വർത്തമാന്റെ തോക്ക് പാകിസ്ഥാൻ പിടിച്ചു വച്ചിരുന്നു, അത് കൊടുത്തില്ല. വാച്ചും മോതിരവും കണ്ണടയും മാത്രമാണ് നൽകിയത്. എന്തുകൊണ്ടാണ് അഭിനന്ദ് വർത്തമാന്റെ തോക്ക് പാകിസ്ഥാൻ കൈവശം വച്ചത്? അങ്ങനെ ഒരു തീരുമാനം, പ്രത്യേകിച്ചും ഒരു യുദ്ധത്തടവുകാരനെ അല്ലെങ്കിൽ ഒരു സൈനികനെ പിടികൂടുമ്പോൾ അവരെ തിരിച്ചയക്കുമ്പോൾ അവരുടെ ഒപ്പമുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചു നൽകുന്ന ഒരു പതിവുണ്ടെങ്കിൽ ഇവിടെ അത് തെറ്റിച്ചിരിക്കുന്നു പാകിസ്ഥാൻ. പ്രത്യേകിച്ചും ഇന്ത്യയുടെ തോക്ക് എന്തിനാണ് പാകിസ്ഥാന്റെ കൈവശം എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും അങ്ങനെ തന്നെ അവശേഷിക്കുകയാണ്. ഏതായാലും ഒരു വശത്ത് അതിർത്തിയിൽ തീവ്രവാദികളോട് ഇന്ത്യൻ സൈന്യം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുൽവാമയിൽ 40 ഭീകരർ, അതിനുശേഷം ഏറ്റുമുട്ടലിൽ 4 മേജർ ഉൾപ്പെടെ 4 സൈനികർ. കഴിഞ്ഞ ദിവസം 7ഓളം ജവാന്മാർക്ക് ഗുരുതരമായ പരിക്ക്. അതിർത്തിയിൽ അശാന്തി അങ്ങനെ തന്നെ തുടരുമ്പോഴും ഇന്ത്യൻ സൈന്യം ഒട്ടും പിന്നോട്ടില്ല. കാരണം പലപ്പോഴായി പാകിസ്ഥാൻ പറയുന്നുണ്ട് സമവായത്തിനുണ്ട്, സമാധാനത്തിനുണ്ട് എന്ന് ഒരു വശത്ത് പറയുമ്പോൾ പോലും പാകിസ്ഥാന്റെ നിലപാടെന്ന് പറയുന്നത് അതിർത്തി കടന്നുള്ള പ്രകോപനം തന്നെയാണ്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ പല മേഖലകളിലും നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥലത്തൊക്കെ ഒരു നോട്ടം പാകിസ്ഥാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ബോംബ് സ്ക്വാഡ്, വ്യോമ, നാവിക, കരസേനകളെല്ലാം അതീവ ജാഗ്രത ഇപ്പോഴും തുടരുന്നത്. ഏതായാലും അഭിനന്ദ് വർത്തമാനെ വിട്ട് നൽകുമ്പോൾ പാകിസ്ഥാൻ ഒരു സമാധാനത്തിന്റെ കൊടിയാണോ കാണിച്ചതെന്നുള്ളൊരു സംശയമൊക്കെ ആദ്യം ഉയർന്നെങ്കിലും കാര്യങ്ങൾ അങ്ങനെയല്ല. പാകിസ്ഥാൻ എപ്പോഴാണ് പത്തി വിടർത്തുന്നത് എന്നുള്ളത് കരുതി തന്നെ ഇരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും കശ്മീരിൽ സൈനിക നീക്കം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നതും. ഏതായാലും
ഏറ്റവും ഒടുവിലെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ 4 ഭീകരരെ സൈന്യം വധിച്ചു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഇന്ത്യൻ സൈന്യം തകർത്ത ഭീകര ക്യാമ്പുകളെ സംബന്ധിച്ച് തെളിവുകൾ ഉണ്ടോ, എന്തുകൊണ്ടത് പുറത്തുവിടുന്നില്ല എന്ന് പ്രതിപക്ഷമടക്കം ഇവിടെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അതിനും ഒരു വ്യക്തത വരികയാണ്. കഴിഞ്ഞ ദിവസം, അതായത് യുദ്ധം നടക്കുമ്പോൾ പാക് ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യൻ മിറാഷ് വിമാനങ്ങൾ ആക്രമിക്കുന്നതിന് മുൻപ് പകർത്തിയ ദൃശ്യങ്ങൾ തെളിവായി പുറത്തു വരികയാണ്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഗൗരവത്തോടെ തന്നെയാണ് ഇന്ത്യ ഈ വിഷയങ്ങൾ എടുത്തിരിക്കുന്നത്. സൈന്യം കനത്ത ജാഗ്രതയിൽ തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിനെ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ ഒരു ശക്തികളെയും അനുവദിക്കില്ല. ഇന്ത്യയുടെ ശിരസ് ഉയർന്നു തന്നെയായിരിക്കും. ഒരു തരത്തിലും പ്രതിരോധ മേഖലയിൽ ഇന്ത്യയെ തൊടാൻ പാകിസ്ഥാൻ ആകില്ല. ലോകരാഷ്ട്രങ്ങളോ എല്ലാം ഇന്ത്യക്കൊപ്പം തന്നെയുണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ ഈ മണിക്കൂറുകളിലൂടെ ഇന്ത്യ കടന്നു പോകുമ്പോൾ ഏറ്റവും ഒടുവിൽ നടക്കുന്നതും അതുതന്നെയാണ്. ജമ്മു കശ്മീരിൽ സ്ഥിതി ശാന്തമല്ല. അശാന്തിയുടെ താഴ്വരയായി ജമ്മു കശ്മീർ ഇപ്പോഴും തുടരുകയാണ്. വെടിയൊച്ചകൾ അവിടെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും.